നമസ്കാരം. പ്രധാന വാർത്തകൾ. HML-നെതിരെ രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ CK ശശീന്ദ്രൻ. മുണ്ടക്കൈ ദുരന്തത്തിൽ സ്വന്തം തൊഴിലാളികൾ മരിച്ചിട്ടും പുനരധിവാസത്തിന് HML ഒന്നും ചെയ്തില്ല. HML-ന്റെ തെമ്മാടിത്തരം ചോദ്യം ചെയ്യാൻ കൽപ്പറ്റ MLA തയ്യാറായില്ല. പുനരധിവാസ പദ്ധതിക്ക് HML തുരങ്കം വച്ചു. ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് പദ്ധതി വൈകാൻ കാരണമായതായും CK ശശീന്ദ്രൻ. കുമഴി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ അപാകത പരിഹരിക്കണമെന്ന് കുമഴി പുനരധിവാസ കമ്മിറ്റി. വനംവകുപ്പ് തയ്യാറാക്കിയ 21 പേരുടെ ആദ്യ പട്ടികയിൽ നിന്നും 9 പേരെ അകാരണമായി പുറത്താക്കി. തൊട്ടടുത്ത കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ 500 മീറ്ററിൽ കൂടുതൽ ദൂരത്ത് വനത്തിൽ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകും. വിവേചനം അവസാനിപ്പിച്ച് മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യം. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സായാഹ്ന OP പ്രവർത്തനം നിലച്ചിട്ട് 10 ദിവസം. സായാഹ്ന OP നിർത്തലാക്കിയത് ഡോക്ടർമാരില്ലെന്ന കാരണത്താൽ ജില്ലാ ആശുപത്രി വിഭാഗവും മെഡിക്കൽ കോളേജ് വിഭാഗവും തമ്മിലുള്ള മത്സരമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണം. പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒട്ടേറെ രോഗികൾ. സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശി ജയേഷ്. പീഡനത്തിനിരയായത് ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിദ്യാലയത്തിലെ 16-കാരൻ. പീഡനം അധ്യാപകൻ താമസിച്ചിരുന്ന മുറിയിലെത്തിച്ച് 2024 ഓണത്തിന് ശേഷം പലപ്പോഴായി. ത്യാഗോജ്വലമായ പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തി നാളെ ബദർ ദിനം. ഇസ്ലാം മതവിശ്വാസികൾ ബദർ ദിനമായി ആചരിക്കുന്നത് നോമ്പ് 17-ന്. ബദർ ദിനം നോമ്പുകാലത്തെ വിശേഷപ്പെട്ട ദിനങ്ങളിലൊന്ന്. വിശദമായ വാർത്തകളിലേക്ക്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷനെതിരെ അതിരൂക്ഷ വിമർശനവുമായി LDF കൺവീനർ CK ശശീന്ദ്രൻ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വന്തം തൊഴിലാളികൾ മരണപ്പെട്ടിട്ട് പോലും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ യാതൊരുവിധ നടപടിയും HML ചെയ്തിട്ടില്ല. HML-ന്റെ തെമ്മാടിത്തരം ചോദ്യം ചെയ്യാൻ കൽപ്പറ്റ MLA തയ്യാറായിട്ടില്ലെന്നും CK ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി. കൽപ്പറ്റയിൽ LDF നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനരധിവാസ പദ്ധതിക്ക് തുരങ്കം വെച്ചത് HML-ന്റെ നടപടിയാണ്. ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് പദ്ധതി വൈകാൻ പോലും കാരണമായതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. CM ശിവരാമൻ, വിജയൻ ചെറുകര, KK ഹംസ, VP വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. അവരെത്ര തൊഴിലാളികൾ മരിച്ചുപോയി. അവരെ തൊഴിലാളികൾ മരിച്ചുപോയിട്ട് ഈ സംഭവത്തെ ആകെ വളച്ചുവിടാനൊരു ശ്രമം നടത്തിയവർ തൊഴിലാളികൾ യോഗം ചേർന്നിട്ട് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഈ രീതി പരകത്തുമ്പോൾ അരിക്കോട് വലിക്കുന്ന രീതിയിലേക്ക് തൊഴിലാളി സംഘടനകളെ പോലും വലിച്ചഴക്കാൻ അവർക്കൊക്കെ കാര്യം അറിയാവുന്നതുകൊണ്ട് അവര് ഭംഗിയായിട്ട് ഇടപെട്ടു. അവർ ഉദ്ദേശിച്ചതായിരുന്നു. വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട കുമഴി വനഗ്രാമത്തിലെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ അപാകത പരിഹരിക്കണമെന്ന് കുമഴി പുനരധിവാസ കമ്മിറ്റി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുനരധിവാസത്തിന് വനംവകുപ്പ് തയ്യാറാക്കിയ 21 പേരുടെ ആദ്യ പട്ടികയിൽ നിന്നും 9 പേരെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കിയിരിക്കുകയാണ്. തൊട്ടടുത്ത വീടുകൾ ഒഴിഞ്ഞു പോവുകയും 500 മീറ്ററിൽ കൂടുതൽ ദൂരത്ത് വനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യവുമുണ്ടാകും. പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഗുണഭോക്തൃ ലിസ്റ്റ് തെറ്റായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവേചനം അവസാനിപ്പിച്ച് മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായും സമിതി അംഗങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് 12 വീട്ടുകാർക്കും പെട്ട 28 യൂണിറ്റിന് മാത്രമാണ് പൈസയുള്ളൂ. ബാക്കി 9 വീട്ടുകാർക്ക് പൈസയില്ല. അതിൽ 17 പേര് ഉൾപ്പെടും. അപ്പോൾ അവരൊപ്പം ഞങ്ങൾക്ക് പോകാനുള്ള പൈസ ഞങ്ങൾക്ക് വേണം. അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ആനേൻ്റെയും കുരങ്ങിൻ്റെയും കടുവേൻ്റെയും മാന എല്ലാം കൊണ്ട് ശല്യമാണ്. പോയി വരുന്നതിനും എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സർക്കാർ, വനം വകുപ്പ്, സർക്കാരും കൂടെ ഞങ്ങളുടെ അവരെയും അവിടെ നിന്ന് ഒരേപോലെ ഒന്നിച്ച് അവർക്ക് എന്ന് പൈസ കയറും അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ കയറണം. ഞങ്ങളുടെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. മുത്തങ്ങ കുമഴിയിലെ പുനരധിവാസം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി കുടുംബങ്ങൾ രംഗത്ത്. 1 വർഷം മുമ്പ് പുനരധിവാസത്തിന് ആവശ്യമായ എല്ലാ രേഖകളും വനംവകുപ്പിന് കൈമാറിയിട്ടും നടപടി വൈകുകയാണ്. രൂക്ഷമായ വന്യമൃഗശല്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കുടുംബങ്ങളുടെ ജീവിതവും ദുരിതപൂർണമാക്കുകയാണ്.
കുമഴിയിലെ 21 കുടുംബങ്ങളാണ് റീബിൽഡ് കേരളയിൽ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതി പ്രകാരം കാടിന് പുറത്തുപോകാൻ രേഖകൾ വനം വകുപ്പിന് കൈമാറിയത്. എന്നാൽ രേഖകൾ നൽകി 1 വർഷം പിന്നിട്ടിട്ടും നടപടികൾ ഒന്നുമായില്ല. വനം വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ മറുപടിയും കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. സത്യം പറയുന്ന വെച്ചാൽ 95 തുടങ്ങിയതാണ് ഇവിടുന്ന് ഒഴിവായി പോകാൻ വേണ്ടി. ഞങ്ങൾ അന്ന് കാലത്തെ എല്ലാ സർവേകളും അന്ന് കുഴിക്കൂറിന് പൈസയും പിന്നെ സ്ഥലത്തിന് സ്ഥലവും തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ സർവേ പൂർത്തിയാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നടന്നൊന്നും ശരിയായില്ല. ഇപ്പോൾ പിന്നെ 3 വർഷം 4 വർഷമായി ഈ ഒഴിവാകാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും ചെയ്തു, എല്ലാ പേപ്പറുകളും കൊടുത്തു, പിന്നെ എഗ്രിമെൻറ്റും വെച്ചു. ഇന്ന് വരയ്ക്ക് യാതൊരു ഇതുമില്ല. മക്കളെ വിദ്യാഭ്യാസത്തിനെ പറ്റി ഞങ്ങൾക്ക് ഇനി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ മൃഗശല്യങ്ങൾ കൊണ്ട് പുലിയുണ്ട്, ആനയുണ്ട്. രാത്രി ആയാൽ ആന, പുലിയും, പകല് കുരങ്ങ്, മാന് ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുനരധിവാസ ഗ്രാമമായ കുമഴി മാറിയതിനാൽ ഇവിടേക്ക് വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നില്ല. ഇതോടെ കുടുംബങ്ങളുടെ ജീവിതവും ദുരിതപൂർണമായിരിക്കുകയാണ്. വാസയോഗ്യമായ വീടോ സഞ്ചാരയോഗ്യമായ റോഡോ ഇവിടേക്കില്ല. കുമഴിയിൽ നിന്നും വന്യജീവികൾ വിഹരിക്കുന്ന കൊടും വനത്തിലൂടെ 2 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം ആളുകൾക്ക് മുത്തങ്ങയിലെത്താൻ. ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം പുനരധിവാസം നടപ്പാക്കണമെന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഫണ്ടിന്റെ ലഭ്യത കുറവാണ് പുനരധിവാസത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മലനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സായാഹ്ന OP പ്രവർത്തനം നിലച്ചിട്ട് 10 ദിവസമായി. ഡോക്ടർമാരില്ലെന്ന കാരണത്താലാണ് OP നിർത്തലാക്കിയത്. നിരവധി രോഗികളാണ് ഇതേ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജില്ലാ ആശുപത്രി വിഭാഗവും മെഡിക്കൽ കോളേജ് വിഭാഗവും തമ്മിലുള്ള മത്സരമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. 10 ദിവസം മുൻപ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന കാരണത്താലാണ് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന സായാഹ്ന OP നിർത്തലാക്കിയത്. ഇതോടെ ഒട്ടേറെ രോഗികളാണ് പ്രതിസന്ധിയിലായത്. തൊഴിലാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളുടെ ആശ്രയമായിരുന്നു സായാഹ്ന OP. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7:30 വരെയാണ് സായാഹ്ന OP പ്രവർത്തിച്ചിരുന്നത്. സായാഹ്ന OPയിലെത്തുന്ന രോഗികൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് അത്യാഹിത വിഭാഗത്തെയാണ്. എന്നാൽ ഇവിടെ ആകെയുള്ളത് 2 ജൂനിയർ ഡോക്ടർമാരാണ്. ഇക്കാരണത്താൽ അത്യാഹിത വിഭാഗത്തിലും OPയിലും എത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഡോക്ടർമാർ ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് 3 മണി മുതൽ ഇവിടെ എത്തുന്ന രോഗികളോട് ചികിത്സ ഇല്ല എന്ന് ആശുപത്രിയുടെ അധികൃതർ പറയുന്നത്. ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനവും നീതി നിഷേധവുമാണ്. നമുക്കറിയാം, മാനന്തവാടിയെ സംബന്ധിച്ച് ഒരു താലൂക്ക് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയോ എന്തിനേറെ കുടുംബ ആരോഗ്യ കേന്ദ്രം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ 24 പ്രവർത്തിക്കുന്ന സംവിധാനം ഒരുക്കേണ്ടതാണ്. ജില്ലാ ആശുപത്രി വിഭാഗവും മെഡിക്കൽ കോളേജ് വിഭാഗവും തമ്മിലുള്ള മത്സരമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണമുണ്ട്. OP പ്രവർത്തനം പതിവ് പോലെ ആരംഭിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി. മലനാട് ന്യൂസ്, മാനന്തവാടി. വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ. പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശി പൊക്കാമറ്റം വീട്ടിൽ ജയേഷിനെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിദ്യാലയത്തിലെ 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് അറസ്റ്റ്. വിദ്യാർത്ഥികളെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. 2024 ഓണത്തിന് ശേഷം പലപ്പോഴായി മറ്റ് അധ്യാപകർ ഇല്ലാത്ത സമയത്ത് അധ്യാപകൻ താമസിച്ചിരുന്ന മുറിയിലെത്തിച്ചായിരുന്നു പീഡനം. ഇയാളെ കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ത്യാഗോജ്വലമായ പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തി നാളെ ബദർ ദിനം. നോമ്പ് 17-നാണ് ഇസ്ലാം മത വിശ്വാസികൾ ബദർ ദിനമായി ആചരിക്കുന്നത്. നോമ്പുകാലത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ബദർ ദിനം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമാണ് ബദർ യുദ്ധം. യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ യുദ്ധത്തെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ ഖുറൈമികളും തമ്മിൽ ഹിജറ 2-ാം വർഷത്തിലെ റംസാൻ 17 വെള്ളിയാഴ്ചയാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായാണ് ബദർ ദിനം ആചരിക്കുന്നത്. ഇസ്ലാമിന് വിജയമുണ്ടാക്കി തീർത്ത ഒരു മഹത്തായ ഒരു പോരാട്ടമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ചുരുങ്ങിയതായിരിക്കുന്ന ആയുധങ്ങളും കൊണ്ട് വലിയതായിരിക്കുന്ന ഒരു സമൂഹത്തെ നേരിട്ടു. തന്നെയുമല്ല, ആ വലിയ സമൂഹം എന്ന് പറഞ്ഞാൽ അവരുടെ കൈവശം
സർവ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അവരുമായി നേരിട്ട് കൊണ്ടിട്ട് ഇസ്ലാമിന് വിജയമുണ്ടാക്കി തീർത്തു. ആ ഒരു ഇസ്ലാമിൻ്റെ വിജയമാണ് ഇന്ന് നാം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഭക്ഷണ വിതരണവുമെല്ലാം നടക്കും. ത്യാഗോജ്ജലമായ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ബദർ ദിനം. മലനാട് ന്യൂസ്, മേപ്പാടി. വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സേവ് പുൽപ്പള്ളിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിലെ കടമാൻ തോട്ടിൽ ജനകീയ തടയണ നിർമ്മിച്ചു. ആനപ്പാറയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഉപയോഗശൂന്യമായി കിടന്ന ചെക്ക് ഡാമിൽ മണൽച്ചാക്കുകൾ അടുക്കി വെച്ചാണ് തടയണ നിർമ്മിച്ചത്. വരൾച്ചയെ തടയാൻ ജലസ്രോതസ്സുകളിൽ പരമാവധി വെള്ളം തടഞ്ഞു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സേവ് പുൽപ്പള്ളി പ്രവർത്തകർ തടയണ നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയത്. തടയണകളിൽ വെള്ളം നിറയുന്നതോടെ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ ജലസേചനം സാധ്യമാവും. കിണറുകളിലടക്കം വെള്ളമാവുകയും ചെയ്യും. വൻകിട പദ്ധതികൾക്ക് പകരം ചെറുകിട ചെക്ക് ഡാമുകളും തടയണകളുമെല്ലാം പ്രവർത്തനക്ഷമമാക്കിയാൽ പരമാവധി വെള്ളം സംഭരിക്കാൻ കഴിയും. ഇതിന്റെ ഭാഗമായാണ് തടയണ നിർമ്മാണത്തിന് ഊന്നൽ നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതുപോലെ തന്നെ എല്ലാ സംഘടനകളും ഈ സാമൂഹിക പ്രവർത്തനം എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ചെലവില്ലാതെ തന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് പഞ്ചായത്തൊക്കെ ഇത്തരത്തിലുള്ള ചെക്ക് ഡാമുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്ന് ഒരു പുനരുദ്ധരിക്കാൻ വേണ്ട ആവശ്യങ്ങൾ പിന്നീട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ സ്ഥിതിയാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും നന്നായ രീതിയിൽ പുനർക്രമീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജലം തടഞ്ഞു നിർത്തിക്കൊണ്ട് അത് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് വേണ്ടത്. വരും ദിവസങ്ങളിലും കടമാൻ തോടിന്റെ മറ്റു ഭാഗങ്ങളിൽ താൽക്കാലിക തടയണകൾ നിർമ്മിക്കും. സേവ് പുൽപ്പള്ളി ഭാരവാഹികളായ ബേബി തയ്യൽ, സിജേഷ് ഇല്ലിക്കൽ, എൻ ഇമ്മാനുവൽ, KL ജോണി, ജോസ് കാഞ്ഞൂക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. താത്കാലിക തടയണ നിർമ്മാണവുമായി ജനകീയ കൂട്ടായ്മകൾ രംഗത്ത്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പ്രദേശങ്ങളിലാണ് തോടുകൾക്ക് കുറുകെ വെള്ളം സംഭരിക്കാൻ തടയണകൾ കെട്ടുന്നത്. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി ആനപ്പാറയിൽ ഇത്തരത്തിൽ തടയണ നിർമ്മിച്ചു. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് നാട്ടുകാർ പ്രതികരിക്കുന്നു ജനശബ്ദത്തിലൂടെ. കടമാന്തോട് പദ്ധതി മാത്രമേ കൊണ്ടേ സാധിക്കൂ എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഞങ്ങളൊരു മാതൃകയായിട്ടാണ് ഈ തടയണ നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും അതേപോലെ ജനകീയ സമിതികളും ചേർന്ന് ഇതേപോലെ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചാൽ അതാത് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ജലക്ഷാമം പരിഹരിച്ച് കൃഷിയും കുടിവെള്ളവും ലഭ്യമാക്കാൻ അത് സഹായിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഈ തീർത്തിരിക്കുന്ന ചെക്ക് ഡാം. ഇവിടെ ഈ തടയണ നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിരിക്കുന്ന ഈ സംരംഭം ഇനിയും തുടർക്കഥയായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ 10-15 തടയണ നിർമ്മിക്കാനുള്ള പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിൽ ശ്രദ്ധേയമായി ഓട്ടൻതുള്ളൽ. ക്ഷേത്രകലകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം സുരേന്ദ്രനും സംഘവുമാണ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. നളചരിതം കഥയെ ആസ്പദമാക്കി ഇന്ന് രാവിലെ 10:30 കലാമണ്ഡലം സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മേക്കോവിലിലെ വേദിയിൽ ഓട്ടൻതുള്ളൽ നടന്നത്. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി 1.5 മണിക്കൂറോളം അവതരണം നീണ്ടു. മികച്ച പ്രകടനം കൊണ്ട് സദസ്സിനെ ഇവർ പിടിച്ചിരുത്തുകയായിരുന്നു. മൃദംഗവുമായി കലാമണ്ഡലം അജിത് കുമാറും ഇടയ്ക്കയുമായി കലാമണ്ഡലം സുഭാഷും വേദിയിലുണ്ടായിരുന്നു. വള്ളിയൂർക്കാവിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ക്ഷേത്രകലകളാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി അണിനിരത്തിയിട്ടുള്ളത്. അതിൽ ക്ഷേത്രകലകളിൽ വളരെ സുപ്രധാന പ്രാധാന്യം അർഹിക്കുന്ന ഓട്ടംതുള്ളൽ ഇന്ന് അവതരിപ്പിച്ച കഥ കുഞ്ചൻനമ്പ്യാരുടെ വളരെ പ്രസിദ്ധമായ നളചരിതം കഥയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ കുഞ്ചൻനമ്പ്യാരുടെ തന്നെ കല്യാണ സ്വരൂപികൾ, വിരാതം, രുക്മിണി സ്വയംവരം, രാമാനുചരിതം മുതലായ കഥകളൊക്കെ അവതരിപ്പിച്ചിരുന്നു. കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ ഡയറക്ടറായ കലാമണ്ഡലം സുരേന്ദ്രന്റെ കീഴിൽ ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ക്ഷേത്രകലകൾ അഭ്യസിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ല കലാകിരീടം നേടിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഓട്ടൻതുള്ളൽ പഠിച്ച വിദ്യാർത്ഥികൾ 70 പോയിന്റാണ് ജില്ലയ്ക്ക് നേടിക്കൊടുത്തത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രകലാ അക്കാദമി നിർവാഹക സമിതി അംഗമായ ഇദ്ദേഹം 25 വർഷമായി കലാരംഗത്ത് സജീവമാണ്. സംസ്ഥാന ക്ഷേത്ര കലാസമിതി അംഗവും അഖില കൈരളി തുള്ളൽ ആർട്ടിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റുമാണ് ഇദ്ദേഹം. മലനാട് ന്യൂസ്, മാനന്തവാടി.
ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൽപ്പറ്റയിൽ SP ഓഫീസിന് സമീപം നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം വീണു. ആർക്കും പരിക്കില്ല. 3 മണിക്ക് ശേഷമാണ് 1 മണിക്കൂറിൽ കൂടുതൽ നേരം ശക്തമായ കാറ്റോടുകൂടി കനത്ത മഴ പെയ്തത്. കാറ്റിലും മഴയിലും വാഴകൃഷിക്ക് നാശനഷ്ടം നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി മഴ പെയ്തത്. ഉച്ചയോടെ തന്നെ മഴയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. മാനം കറുത്തിരുണ്ട് പെട്ടെന്ന് മഴ ആരംഭിച്ചു. 1 മണിക്കൂറിലേറെ നേരമാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും മഴ പെയ്തത്. ഇടിമിന്നലും ശക്തമായ കാറ്റും മഴയ്ക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ SP ഓഫീസിന് സമീപം നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം വീണു. ജീപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മുട്ടിൽ പാറക്കലിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പാറക്കൽ കയറ്റത്താണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. വിവിധയിടങ്ങളിൽ വാഴ ഉൾപ്പെടെയുള്ള കൃഷികളും നശിച്ചതായി റിപ്പോർട്ടുണ്ട്. തുടർച്ചയായി വേനൽ മഴ ലഭിക്കുന്നത് കനത്ത ചൂടിന് വലിയ ആശ്വാസമാണ്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കാക്കവയൽ കാരാപ്പുഴ റോഡിൽ അപകട ഭീഷണിയായി 23 വാഗമരങ്ങൾ. മഴയും കാറ്റുമില്ലെങ്കിലും മരത്തിന്റെ വൻ ശിഖരങ്ങൾ റോഡിലേക്ക് അടർന്നു വീഴുന്നത് പതിവ്. കഴിഞ്ഞ ദിവസം രാവിലെയും ഒരു കൊമ്പ് അടർന്നു വീണെങ്കിലും അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. പണ്ടാരോ ചെയ്ത സുഹൃതമാണ് ഇന്ന് ശാപമാകുന്നത്. റോഡിൽ തണലിനായി നട്ടുപിടിപ്പിച്ച വാഗമരങ്ങളാണ് പ്രതീക്ഷയിൽ കവിഞ്ഞ വളർച്ചയോടെ ഭീഷണിയാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ടൂറിസ്റ്റുകളും ആശ്രയിക്കുന്ന റോഡിൽ കാക്കവയൽ സ്കൂൾ മുതൽ കല്ലുപാടി ക്ഷീരസംഘം വരെയുള്ള ഭാഗത്താണ് ഈ മരങ്ങളെല്ലാം. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വൻ ഭീഷണിയാണ് ഈ മരങ്ങൾ. മരത്തിനടിയിലായുള്ള KCB ഹൈടെൻഷൻ ലൈനുകൾ അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. മഴയും കാറ്റുമില്ലാത്തപ്പോൾ തന്നെ ശിഖരങ്ങൾ പൊട്ടിവീഴുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന വേനൽ മഴയെ ആശങ്കയോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്. ആ മരങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഭയന്നിട്ട് അതിന്റെ ചോട്ടിൽ നിൽക്കാൻ പറ്റില്ല, ബസ് അവിടെ നിർത്താൻ പറ്റില്ല, അവിടെ ഇറങ്ങി നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മരങ്ങൾ മുഴുവൻ വളർന്ന് കാട് പോലെ. അത് എങ്ങനെയെങ്കിലും ഉടനടി അതൊന്നൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നടപടി തീർച്ചയായിട്ടും വേണം. കാരണം ഈ മരങ്ങൾ കൊണ്ട് ധാരാളം സ്കൂൾ കുട്ടികളിലെ ഈ മഴക്കാലത്ത് നടന്നു പോകുന്നതാണ്. ഈ വൻ മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും എത്തുക എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മലനാട് ന്യൂസ്, മീനങ്ങാടി. പനമരത്ത് പാതയോരങ്ങളിൽ അപകടകരമായ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിട്ടും കാണാതെ അധികൃതർ. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് അനധികൃത ഫ്ലെക്സ് ബോർഡുകളും മറ്റും നഗരങ്ങളിലും പാതയോരങ്ങളിലും നിറയുന്നത്. നടപടിയെടുക്കേണ്ടവർ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടാണ്. കൽപ്പറ്റ മാനന്തവാടി റോഡിൽ പോലീസിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട അപകട മേഖലയായ ആര്യന്നൂർ നടയിൽ വരെയാണ് അനധികൃതമായി സ്വകാര്യ സ്ഥാപനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തടുത്ത മരങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നു. 2 ഫ്ലെക്സ് ബോർഡുകളിൽ ഒന്നിന്റെ ഒരു ഭാഗത്തെ കെട്ടുപൊട്ടി ബോർഡ് ഒരു ഭാഗത്തേക്ക് തൂങ്ങി ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. തിരക്കേറിയ റോഡിലൂടെ ആളുകൾ പേടിച്ചാണ് നടന്നു പോകുന്നത്. കൂടാതെ ഇത് ഡ്രൈവർമാരുടെ കാഴ്ചയും മറയ്ക്കുന്നുണ്ട്. നിരവധിയായ വാഹനങ്ങൾ കടന്നുപോകുന്ന ആര്യന്നൂർ നടയില് നിരവധിയായ കാൽനട യാത്രക്കാരും കൂടി പോകുന്നവർക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ ഫ്ലക്സ് ബോർഡുകൾ, പ്രൈവറ്റ് വ്യക്തികൾ സ്ഥാപിക്കുന്ന വലിയ ഫ്ലക്സ് കൂട്ടൺ ബോർഡുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ ബോർഡുകൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്നാണ് പ്രദേശവാസികൾ നിലക്ക് പറയാനുള്ളത്. പൊതുജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി ഉയർത്തുന്ന ഫ്ലെക്സും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യണമെന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് കോടതി അന്ത്യശാസനം നൽകിയിട്ടും നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുന്നതിനാലാണ് പഞ്ചായത്ത് പരിധികളിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ അപകടകരമായ രീതിയിൽ വിവിധ സ്ഥാപനങ്ങളുടെയും മത സാമുദായിക സംഘടനകളുടെയും ഫ്ലെക്സ് ബോർഡുകൾ വീണ്ടും പാതയോരങ്ങളിൽ ഇടം പിടിക്കുന്നത്. അപകടകരമായ രീതിയിൽ പാതയോരങ്ങളിൽ സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. സന്തോഷ നഗരമായ സുൽത്താൻ ബത്തേരിയിൽ ഹാപ്പിനെസ് ഫെസ്റ്റിന് അരങ്ങൊരുങ്ങുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഫെസ്റ്റിന് ഈ മാസം അവസാനം തുടക്കമാകും. സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന മേള വയനാടിന്റെ പ്രധാന ഉത്സവമായി മാറും. പല വർണ്ണങ്ങളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പാതയോരങ്ങൾ, പല നിറങ്ങളാൽ അലങ്കൃതമായ പുറം ചുമരുകൾ, ഒരു മിഠായി കടലാസ് പോലും അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെടാത്ത വൃത്തിയുള്ള പട്ടണം. സന്തോഷ നഗരമായ സുൽത്താൻ ബത്തേരി ഹാപ്പിനെസ് ഫെസ്റ്റിനായി ഒരുങ്ങുകയാണ്.
3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിന് മാർച്ച് 30-ന് തിരിതെളിയും. നഗരസഭയുടെ നേതൃത്വത്തിൽ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിന് സുൽത്താൻ ബത്തേരി സെയിന്റ് മേരീസ് കോളേജ് മൈതാനത്ത് ഒരുക്കങ്ങൾ തകൃതിയാണ്. ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, ഫ്ലവർ സിറ്റി 2ാം ഘട്ടത്തിലാണ് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ഹാപ്പി ബത്തേരി എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ മുന്നോട്ട് പോയത്. ഈ ഫെസ്റ്റ് നടക്കുന്നത് ബത്തേരിയിൽ തൊട്ടടുത്തുള്ള സെയിന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ്. ഫെസ്റ്റ് മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ഈ 22 ദിവസങ്ങളും വൈകുന്നേരങ്ങളിൽ ഫിലിം സ്റ്റാർസ്, അതുപോലെ തന്നെ കേരളത്തിലെ വിദഗ്ധരായ കലാകാരന്മാരെ വെച്ച് ഫ്രീ ആയി നമുക്ക് ഓപ്പൺ സ്റ്റേജിൽ കലാപരിപാടികൾ ഉൾപ്പെടെ സ്റ്റേജിലുണ്ട്. ഇതെല്ലാം വീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ബത്തേരിയിലേക്ക് കടന്നു വരണം. വാണിജ്യ സ്റ്റാളുകൾ, വിസ്മയം തീർക്കുന്ന അക്വേറിയം, അമ്യൂസ്മെന്റ് പാർക്ക്, ഗാർഡൻ തുടങ്ങി ഒട്ടേറെ കാഴ്ചകളുമായാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് ഒരുങ്ങുന്നത്. സായാഹ്നങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായ കലാപ്രതിഭകൾ അണിനിരക്കുന്ന കലാസന്ധ്യയാണ് ഫെസ്റ്റിന്റെ ഏറ്റവും പ്രത്യേകത. മലബാറിലെ ഏറ്റവും വലിയ മേളയാക്കി ഹാപ്പിനെസ് ഫെസ്റ്റിനെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകരും നാട്ടുകാരും. മലനാട് ന്യൂസ്, ബത്തേരി. ഇനി കമ്പോളം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 425, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 264, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 675, നേന്ത്രക്കായ് കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 178, സ്വർണ്ണം പവന് 65,680, വെള്ളിഗ്രാമിന് 98 രൂപ. ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി മലനാട് കേബിൾ ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പാണ്. മലനാട് കേബിൾ നെറ്റ്വർക്കിലെ സെറ്റ് ടോപ്പ് ബോക്സുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ നടക്കും. ഇത് സാധാരണയായി നടക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ സമയം ഉപഭോക്താക്കൾ സെറ്റ് ടോപ്പ് ബോക്സ് ഓഫ് ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെറ്റ് ടോപ്പ് ബോക്സ് സോഫ്റ്റ്വെയറുമായി അപ്ഡേഷനുമായി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. HML-നെതിരെ രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ CK ശശീന്ദ്രൻ. മുണ്ടക്കൈ ദുരന്തത്തിൽ സ്വന്തം തൊഴിലാളികൾ മരിച്ചിട്ടും പുനരധിവാസത്തിന് HML ഒന്നും ചെയ്തില്ല. HML-ന്റെ തെമ്മാടിത്തരം ചോദ്യം ചെയ്യാൻ കൽപ്പറ്റ MLA തയ്യാറായില്ല. പുനരധിവാസ പദ്ധതിക്ക് HML തുരങ്കം വച്ചു. ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് പദ്ധതി വൈകാൻ കാരണമായതായും CK ശശീന്ദ്രൻ. കുമഴി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ അപാകത പരിഹരിക്കണമെന്ന് കുമഴി പുനരധിവാസ കമ്മിറ്റി. വനംവകുപ്പ് തയ്യാറാക്കിയ 21 പേരുടെ ആദ്യ പട്ടികയിൽ നിന്നും 9 പേരെ അകാരണമായി പുറത്താക്കി. തൊട്ടടുത്ത കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ 500 മീറ്ററിൽ കൂടുതൽ ദൂരത്ത് വനത്തിൽ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകും. വിവേചനം അവസാനിപ്പിച്ച് മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യം. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സായാഹ്ന OP പ്രവർത്തനം നിലച്ചിട്ട് 10 ദിവസം. സായാഹ്ന OP നിർത്തലാക്കിയത് ഡോക്ടർമാരില്ലെന്ന കാരണത്താൽ ജില്ലാ ആശുപത്രി വിഭാഗവും മെഡിക്കൽ കോളേജ് വിഭാഗവും തമ്മിലുള്ള മത്സരമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണം. പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒട്ടേറെ രോഗികൾ. സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശി ജയേഷ്. പീഡനത്തിനിരയായത് ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിദ്യാലയത്തിലെ 16-കാരൻ. പീഡനം അധ്യാപകൻ താമസിച്ചിരുന്ന മുറിയിലെത്തിച്ച് 2024 ഓണത്തിന് ശേഷം പലപ്പോഴായി. ത്യാഗോജ്വലമായ പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തി നാളെ ബദർ ദിനം. ഇസ്ലാം മതവിശ്വാസികൾ ബദർ ദിനമായി ആചരിക്കുന്നത് നോമ്പ് 17-ന്. ബദർ ദിനം നോമ്പുകാലത്തെ വിശേഷപ്പെട്ട ദിനങ്ങളിലൊന്ന്. ഇനി ന്യൂസ് വേവ്സിൽ കവിതാ ചന്ദ്രൻ ചേരും. നമസ്കാരം.